നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 240ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത എഴുത്തുകാരനും രാഷ്ട്രീയക്കാരനും ഗാനരചയിതാവും ഒക്കെയായ ശ്രീ കണിയാപുരം രാമചന്ദ്രനെ കുറിച്ചിട്ടാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് തമ്പാനൂരിലെ എൻ്റെ വീടിനടുത്തുള്ള ഒരു ലോഡ്ജിൽ അദ്ദേഹം എത്രയോ കാലം താമസിച്ചിരുന്നു. അവിടെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു മെമ്പറൊക്കെ ആയിരുന്ന ശ്രീ മണികണ്ഠൻ നായർ അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. അദ്ദേഹം എഴുത്തും സായാഹ്ന ദിനപത്രവും നാടക സംവിധാനവും നാടകരചനയും ഒക്കെ ഒരു വലിയൊരു കലാകാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു നാടകം തമ്പാനൂർ റെയിൽവേ ക്വാർട്ടേഴ്സിന് അടുത്തായിട്ടുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമുണ്ട്. ഇന്നതെല്ലാം നവീകരിച്ചു. അതുവഴി ഒരു പാലവും, ആ പാലത്തിലൂടെയാണ് അപ്പുറവും ഇപ്പുറവും ഞങ്ങൾ കടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പുറത്തുള്ള പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് വലിയ വലിയ നേതാക്കളെല്ലാം പ്രസംഗിച്ചിട്ടുള്ള EMSഉം AKGയും അങ്ങനെ നിരവധി പേർ, കോൺഗ്രസിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള നേതാക്കന്മാരും അങ്ങനെ നിരവധി പേർ പ്രസംഗിക്കുകയും ആ പ്രസംഗങ്ങളെല്ലാം കേൾക്കാൻ ചെല്ലുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു തവണ ഒരു നാടകത്തിൽ ഞാനും ഒരു ചെറിയ റോളിൽ അഭിനയിക്കുകയുണ്ടായി. അവിടെ വച്ചാണ് ആദ്യമായി ഞാൻ ശ്രീ കണിയാപുരം രാമചന്ദ്രൻ സാറിനെ നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നു. പിന്നീട് എത്രയോ കാലം അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയത്തെപ്പറ്റിയായാലും നാടകത്തെപ്പറ്റിയായാലും ഗാനങ്ങളെക്കുറിച്ചായാലും അപാരമായ കഴിവുകളുള്ളൊരു വലിയ വ്യക്തിത്വം. എപ്പോൾ കണ്ടാലും എടാ രവി, ഇപ്പോൾ എഴുത്തൊന്നുമില്ലേ, ഇതാണ് സ്ഥിരം പല്ലവി. എപ്പോൾ കാണുമ്പോഴും അദ്ദേഹം നീല ടീഷർട്ടും നീലയും വെള്ളയും കലർന്ന ടീഷർട്ടും കൈലിയും കൊടുത്താണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പ്രസംഗവേദികളിലല്ലാതെ കാണുമ്പോഴെല്ലാം ഈ വേഷമാണ്. അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാണുമല്ലോ.